നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ഞാൻ കുറേ കാലമായി ഒരു കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഡാൻസ് പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഡാൻസ് പ്രോഗ്രാമുകളും പിന്നെ അതേപോലെ സാധാരണ ഷോർട്സുകളൊക്കെ ആയിരുന്നു ഞാൻ കുറച്ച് നാളായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കോൺഫ്ലോർ കൊണ്ട് ഹൽവ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. സംഭവം ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റിയാണ്. പിന്നെ അത് മാത്രമല്ല സാധാരണ ഹൽവേനെ അപേക്ഷിച്ച് ഇത് കുറച്ചുകൂടി സോഫ്റ്റാണ്. അത് കാരണം നമുക്ക് കഴിക്കാനായിട്ട് ഇപ്പോൾ ഒരു തവണ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കഴിക്കാനൊക്കെ ആയിട്ട് തോന്നും. അങ്ങനെ അത്രയും ടേസ്റ്റിയാണ് സംഭവം. അപ്പോൾ ഞാൻ ഹൽവ ഉണ്ടാക്കിയിട്ടുള്ള എൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല അത് കാണുക. പിന്നെ ഇപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും ആ ഹൽവ ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോ നോക്കാം. ഇനി നമുക്ക് ആദ്യമായി ഒരു കപ്പ് കോൺഫ്ലോർ നമുക്കെടുക്കാം. അതിനുശേഷം ആ കോൺഫ്ലോറിൽ നമ്മളൊരു 1.5 കപ്പ് വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ആ സെയിം കപ്പിൽ തന്നെ കേട്ടോ. ഇപ്പോൾ നമ്മൾ കോൺഫ്ലോർ എടുത്ത സെയിം കപ്പിൽ തന്നെ 1.5 കപ്പ് വെള്ളം. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമ്മൾ എടുക്കുന്ന ഇപ്പോൾ ഏത് കപ്പാണെന്നുണ്ടെങ്കിലും അതിൻ്റെ 1.5 ഇരട്ടി. എന്നിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അടിയിൽ കട്ട പിടിച്ച പോലെ വരും കോൺഫ്ലോർ. അപ്പോൾ അത് ആ കട്ട മുഴുവനായിട്ട് നമ്മൾ മാറ്റണം. അതിന് വേണ്ടിയിട്ട് നല്ലപോലെ അത് മിക്സ് ചെയ്യണം. നല്ലതുപോലെ ഇളക്കണം. ഇപ്പോൾ ഏകദേശം നല്ലപോലെ വെള്ളം കോൺഫ്ലോറായിട്ട് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് കാണില്ലേ. ഇപ്പോൾ പാല് പോലെ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ച്, നോൺ സ്റ്റിക്ക് ആണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യം, വെച്ച് അതിൽ 1 കപ്പ് പഞ്ചസാര, അത് നമ്മൾ അലിയിച്ചെടുക്കാനായിട്ട് 1.25 കപ്പ് വെള്ളം അതിൽ ചേർക്കണം. എന്നിട്ട് നല്ലതുപോലെ കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് പഞ്ചസാര ഒന്ന് അതിൽ അരിഞ്ഞാൽ മതി. ഇനി നമുക്കതിൽ ചെറിയൊരു ചെറുനാരങ്ങ ഒരു പകുതി മതി, ഒരു നാരങ്ങയുടെ പകുതി നമുക്കതിലൊന്ന് പിഴിഞ്ഞൊഴിക്കാം. ഇപ്പോൾ പഞ്ചസാര വെള്ളത്തിൽ കറക്റ്റായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോർ ഒഴിക്കുന്നതിന് മുൻപ് നമ്മൾ വീണ്ടും ഒന്ന് കലക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ പിടിക്കാനുള്ള സാധ്യത പിന്നെയും അടിയിലിങ്ങനെ ഊറി വരും അത്. അപ്പോൾ അതൊന്ന് നമ്മൾ കലക്കിയിട്ട് നമ്മൾ ഒഴിക്കുക. ഇനി നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്യാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കട്ട പിടിക്കാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. നമ്മുടെ ഏകദേശം കുറുകി. അതിൽ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അതിൽ നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യ്, പശുവിൻ നെയ്യ് 1 ടേബിൾ സ്പൂൺ നമ്മൾ ഒഴിക്കണം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള കളർ, ഞങ്ങളിപ്പോൾ ഇവിടെ യെല്ലോ കളറാണ് ആഡ് ചെയ്തത്. ഇതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡ് ആക്കാം, ഗ്രീൻ ആക്കാം. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമുക്ക് ഏത് കളർ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കളർ നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കണം.
നമുക്കിപ്പോൾ കാണാം അത് പാത്രത്തിൽ നിന്ന് വിട്ട് നിൽക്കുന്നതായിട്ട് കാണാം. ഇനി നമ്മൾ കുറച്ചുകൂടി നെയ്യ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര, ഏലക്കായ ഇത് രണ്ടും കൂടിയിട്ട് മിക്സിയിൽ പൊടിച്ചത് നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സ്മെല്ലിനൊക്കെ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമുക്ക് ഇത് ആ പാത്രത്തിൽ ആദ്യമൊക്കെ ഒട്ടി പിടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം പാത്രത്തിൽ നിന്ന് വിട്ട് നിൽക്കുന്ന പോലെ കാണുക. ഇനി നമുക്ക് ഇതിലേക്ക് കപ്പലണ്ടി, അണ്ടിപ്പരിപ്പ്, അതേപോലെ തന്നെ മുന്തിരി, പിന്നെ പിസ്ത എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് നമുക്കിത് ഒഴിച്ച് വെക്കാനായിട്ട് ഒരു പാത്രം ഒന്ന് അറേഞ്ച് ചെയ്യാം. അതിനായിട്ട് ആദ്യം നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കാരണം ഇത് വിട്ട് പോരാനായിട്ട് നെയ്യ് നമുക്ക് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നട്ട്സുകൾ നമുക്ക് അതിൽ ചെറിയ രീതിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കാണാനും കുറച്ച് ഭംഗിയായിരിക്കും. കാരണം ഓൾറെഡി നമ്മൾ മുകളിൽ ഇതിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ താഴെയും നമ്മൾ ഈ പുറത്ത് എടുക്കുന്ന സമയത്ത് താഴെയും നട്ട്സൊക്കെ ഇരിക്കുന്നത് കാണാനൊരു ഭംഗിയാണ്. ഞാനിപ്പോൾ ഇവിടെ കപ്പലണ്ടി, അതേപോലെ അണ്ടിപ്പരിപ്പൊക്കെയാണ്, മുന്തിരിയൊക്കെയാണ് ഞാനിതിൽ ആഡ് ചെയ്തത്. അങ്ങനെ നമ്മുടെ പാത്രം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒഴിക്കാം. നല്ലതുപോലെ കുറുകിയിട്ടുണ്ട്. നല്ല ചൂടാണ് കേട്ടോ. നമുക്ക് എല്ലാ സൈഡിലേക്കൊന്ന് ഇങ്ങനെ ലെവലാക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് വയ്ക്കാം. ഏകദേശം 1 മണിക്കൂറോളം വേണ്ടി വരും അത് ചൂട് പോകാനായിട്ട്. അങ്ങനെ സംഭവം റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഈ പാത്രത്തിൽ നിന്ന് എടുത്തു നോക്കാം. അങ്ങനെ നമ്മുടെ സംഭവം റെഡിയായി. ഹൽവ റെഡി. അടിപൊളി. വാവ്, എന്ത് ഭംഗിയല്ല കാണാനായിട്ട്. നട്ട്സൊക്കെ നമുക്ക് ഇനിയിപ്പോൾ നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ നമുക്ക് പല കളറായിട്ട് ഉണ്ടാക്കാം. ബ്ലൂ വേണമെങ്കിൽ ബ്ലൂ കൊടുക്കാം, ഗ്രീൻ വേണമെങ്കിൽ ഗ്രീൻ, റെഡ് വേണമെങ്കിൽ റെഡ്, എങ്ങനെ വെച്ചാൽ നമുക്ക് കൊടുക്കാം. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കൂടുതൽ നട്ട്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം, ചെറിയ പീസുകളാക്കിയെടുക്കാം. കണ്ടില്ലേ എത്ര സോഫ്റ്റാണ്. കാരണം വെച്ചാൽ വളരെ സ്മൂത്താണ്. നമുക്ക് സാധാരണ ഒരു കത്തി കൊണ്ട് ഇങ്ങനെ ചെറിയ രീതിയിൽ കട്ട് ചെയ്യുമ്പോൾ തന്നെ കണ്ടില്ലേ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. നമുക്കിപ്പോൾ വീട്ടിലൊക്കെ ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഏകദേശം ഒരു 1.5 മണിക്കൂർ നമുക്കത് ചൂടാറാനായിട്ട് വെക്കണം. പക്ഷേ നല്ലൊരു ഹൽവയാണ്. നമ്മൾ സാധാരണ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് പോലെയല്ല, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാകും. ഹലുവ കഴിക്കാത്ത ആൾക്കാർ വരെ ചിലപ്പോൾ കഴിച്ചെന്ന് വരും. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു.